യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന നല്ലൊരു സമയമാണിത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നിങ്ങളെ എല്ലാവരെയും വ്യക്തിപരമായി ഈ ഒരു ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുവാണ്, പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങൾക്കൊരു വലിയ ദൈവാനുഭവത്തിന് കാരണമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ജീവിതം മനോഹരമാകുന്നത് നല്ലൊരു വീട് വയ്ക്കുമ്പോഴോ നല്ലൊരു സാലറി കിട്ടുമ്പോഴോ മാത്രമല്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു വരുമ്പോഴാണ്, ദൈവം വരുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതം മനോഹരമായി മാറുന്നത്. നിങ്ങളുടെ ജീവിതമായാലും നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നമാണേലും നിങ്ങളുടെ ജീവിതത്തിൽ യേശു വരുമ്പോൾ, ദൈവസാന്നിധ്യം വരുമ്പോൾ നിങ്ങളുടെ ജീവിതം ഇന്നുള്ളതിനേക്കാൾ മനോഹരമായി മാറും, ഐശ്വര്യമുള്ളതായി മാറും, സന്തോഷമുള്ളതായിട്ട് മാറും, സമാധാനമുള്ളതായിട്ട് മാറും. ലഭിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളിലും വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കൊടുക്കുന്ന വചനങ്ങൾ ലോകത്തുള്ള എല്ലാ ഭവനങ്ങളിലും വചനമെത്താൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളിലും എല്ലാ വ്യക്തികളും വചനം കേൾക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം കേൾക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് തകർച്ചയല്ല, പരാജയമല്ല, പിന്നെയോ കൊണ്ടുവന്ന് തരുന്നത് ഒരു സാക്ഷ്യമായിരിക്കും, ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നമ്മൾ മനോഹരമായൊരു ദൈവവചനം ശ്രദ്ധിക്കുകയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുകയാണ്. 1 സാമുവേൽ 7-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഇസ്രായേൽക്കാർ ഭയചകിതരായി പേടിച്ചുപോയി. ഇസ്രായേൽക്കാർക്ക് ഭയപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ, വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ ആ രാജ്യത്ത് ഉണ്ടായി. അങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇസ്രായേൽക്കാർ ഭയചകിതരായി. ഫിലിസ്ത്യരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു. പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഇന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കാലത്തെ ജനങ്ങളും ഒരു പ്രതിസന്ധി വന്നപ്പം ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യണം, ശക്തി കൊണ്ട് കൈകാര്യം ചെയ്യണം എന്നതിനപ്പുറമായി ദൈവസാന്നിധ്യത്തിൽ ദൈവനാമത്തിൽ നിൽക്കുന്ന പ്രവാചകനോട് പ്രാർത്ഥന ചോദിക്കുക, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവനിയോഗത്തിൽ നിൽക്കുന്ന മനുഷ്യരോട് പ്രാർത്ഥന ചോദിക്കുന്നതൊരനുഗ്രഹമാണ്. നമ്മൾ എഴുതി പ്രാർത്ഥിക്കുന്നില്ലേ? ചിലപ്പോൾ ആളുകൾ വന്ന് പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ നമുക്കങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ, പിന്നെ നിങ്ങളെന്തിനാ വേറൊരാളോട് പ്രാർത്ഥന ചോദിക്കുന്നത്? ചില മനുഷ്യരുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ആ പ്രാർത്ഥനയിലൂടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്നത്, മറുപടി ലഭിക്കുന്നത്. ഒന്നും കൂടെ ആ വാക്യം വായിച്ചേ. ഇസ്രായേൽക്കാർ ഭയചകിതരായി. നിങ്ങളും എന്തേലും കാര്യങ്ങളെ ഓർത്ത് പേടിക്കുന്നുണ്ടോ? ടെൻഷനുണ്ടോ? ഭയമുണ്ടോ? എന്താകും? എങ്ങനെയാകും? ഇനി എന്തു ചെയ്യും? ഒരു വഴിയുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഓർത്ത് ഭയചകിതരാകുന്ന സമയമുണ്ട്. അവരെന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഫിലിസ്ത്യരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിന്
ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു. അപ്പോൾ സാമുവേൽ എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. സാമുവേൽ മുലകൂടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിനർപ്പിച്ച് അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു. എന്നാൽ അവർക്ക് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നോ? അല്ല, ദൈവനിയോഗത്തിൽ നിൽക്കുന്ന ചിലരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിടുതലായി മാറുന്നത്, നമ്മുടെ സൗഖ്യമായി മാറുന്നത്, നമ്മുടെ വഴിത്തിരിവായി മാറുന്നത്. ചില മനുഷ്യർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത്, അത് മറ്റൊരനുഗ്രഹത്തിൻ്റെ വാതിലിനെ തുറന്നു കിട്ടാൻ കാരണമാവും. നമ്മളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ പലരും പ്രാർത്ഥിക്കണമെന്നില്ല, അവർ മറന്നുപോയിട്ടുണ്ടാവും. ചിലർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുവാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഫിലിസ്ത്യരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സാമുവേലിനോട് അവർ അപേക്ഷിച്ചതുപോലെ നിങ്ങൾ ഏതവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഈ വഴക്കുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ, ഈ രോഗപീഠകളിൽ ഞങ്ങളെ രക്ഷിക്കണമേ, ഈ തകർന്ന് തരിപ്പണമായ ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാമുവേലിനെ പോലെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും അതാ നടക്കുന്നത്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം മാത്രമല്ലല്ലോ, ആ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഇന്ന് ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിന് വഴിത്തിരിവ. ചില മനുഷ്യരുടെ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ചില മനുഷ്യർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ആത്മാർത്ഥതയോടെയാണ്. ആ പ്രാർത്ഥന എൻ്റെ വിടുതലിലേക്ക് നയിക്കും, എൻ്റെ ഒരു പുതിയ ജീവിതത്തിന് തുടക്കമായിട്ട് മാറും, ചില വഴിത്തിരിവിനത് കാരണമാവും. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, +1 +2 SLC ഒക്കെ കഴിഞ്ഞിട്ട് എന്നാ പഠിക്കണം, എന്നാ തീരുമാനം എടുക്കണമെന്നറിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ അതിനകത്തുണ്ടാവും. നിങ്ങളൊരു എഴുത്തൊക്കെ എഴുതിയാൽ ഞങ്ങൾ നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല തിരഞ്ഞെടുപ്പുകൾ, നല്ല എങ്ങോട്ട് തിരിയാൻ ആ വഴി പറഞ്ഞു തരുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വീട് അനുഗ്രഹമാകണം, ഈ മക്കൾ അനുഗ്രഹമാകണം, ഈ മാതാപിതാക്കൾ അനുഗ്രഹമാകണം, നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹമാകണം. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഒരു ദോഷവും വരാൻ സമ്മതിക്കില്ല ദൈവം, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരില്ല. ദൈവീകമായ ചൈതന്യം കൊണ്ട് നിറയട്ടെ. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമുവേലിനെ പോലെ ഇവരെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമേ, ഈ കഷ്ടപ്പാടിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ, ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ, ഈ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ, ഈ അന്ധകാര സ്വാധീനം നിന്ന് ഇവരെ രക്ഷിക്കണമേ, ഈ മദ്യപാനത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ, ലഹരി ഉപയോഗത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ, ചില ബന്ധങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ശാപങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, അസൂയയിൽ വഞ്ചനയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഇവരെ സമർപ്പിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് വൈകുന്നേരം മുതൽ ബാംഗ്ലൂർ RRC നിയോഗ പ്രാർത്ഥന ബൈബിൾ കൺവെൻഷൻ നടക്കുവാണ്. 5 മണി മുതൽ 8:30 വരെ. ആഗ്രഹിക്കുന്നവർക്ക് സമയമുള്ളതുപോലെ വരാൻ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസങ്ങളായിരിക്കട്ടെ. ഈ 3 ദിവസങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് സാധ്യമായ എല്ലാവർക്കും ഈ വചനം അയച്ചു കൊടുക്കണം കേട്ടോ, മടി കൂടാതെ. വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും പള്ളിയിലുള്ളവർക്കും സുഹൃത്തു വലയത്തിലുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് ഷെയർ ചെയ്യണം. അവരൊക്കെ വചനം കേൾക്കട്ടെ.
നമ്മളിലൂടെ ഒരു വെളിച്ചം അവർക്കുണ്ടാകട്ടെ, നമ്മളൊരു അനുഗ്രഹമാകട്ടെ. സ്റ്റാറ്റസ് ഇടണം, ഷെയർ ചെയ്യണം, അതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു ദൈവീക കാര്യമാണ്, ഒരു ശുശ്രൂഷയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. പറ്റും പോലെ, സാഹചര്യം പോലെ നമുക്ക് ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. നാളെ ഞായറാഴ്ചയാണ്. നാളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നാളെ നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. നാളെ ബലിയർപ്പിച്ച് നിങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കും. നാളത്തെ വചനം കേൾക്കാൻ മടിക്കരുത്, മറക്കരുത്. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.